ക്ഷീരകർഷക സമ്പർക്ക പരിപാടി കർഷക മൈത്രി സംഘടിപ്പിച്ചു. ക്ഷീരവികസന വകുപ്പ്, കരുനാഗപ്പള്ളി വികസന യൂണിറ്റും മിൽമയും നോർത്ത് മൈനാഗപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായാണ് കർഷക മൈത്രി നടത്തിയത്. ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്ഷീരവികസന വകുപ്പ്, കരുനാഗപ്പള്ളി വികസന യൂണിറ്റ്, മിൽമ, നോർത്ത് മൈനാഗപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം എന്നിവ സംയുക്തമായാണ് ക്ഷീരകർഷക സമ്പർക്ക പരിപാടി കർഷക മൈത്രി സംഘടിപ്പിച്ചത്. ആനൂർക്കാവ് സബ് സെന്റർ ഹാളിലായിരുന്നു പരിപാടി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ഷെറീന സഞ്ജി ഉദ്ഘാടനം ചെയ്തു. സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ ക്ഷീരവികസന കർഷക മൈത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. PM സെയ്ദ് അധ്യക്ഷത വഹിച്ചു. മനാഫ് മൈനാഗപ്പള്ളി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ഫർഹാന നസീർ, അനിത, ബോർഡ് അംഗം രാമചന്ദ്രൻ പിള്ള, പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ സൂരജ്, വി മഞ്ജു, ഹാഷിറ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ആദ്യ പ്രസവത്തെ തുടർന്ന് കിടാവിന്റെ മൂക്ക് നമ്മൾ നല്ലോണം വൃത്തിയാക്കണം, എന്നാലേ അതിന് സുഗമമായിട്ടുള്ള ശ്വാസോച്ഛ്വാസത്തിന് സഹായിക്കുകയുള്ളൂ. അതുമാത്രമല്ല, പിന്നീട് പശുവിനെ കിടാവിന് തട്ടി തുടയ്ക്കുന്നതിന് ഉള്ളൊരു ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. അപ്പോൾ അതുവഴി അതിൻ്റെ രക്തചംക്രമണം കൂടുകയും അതിന് കിടാവിനെ എഴുന്നേറ്റ് നിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നീട് പൊക്കിൾ കൊടിയിൽ നിന്ന് ഒരു 2 ഇഞ്ച് അകലത്തിൽ ആദ്യം നമ്മൾ പൊക്കിൾ കൊടി മുറിക്കുക. എന്നിട്ട് അതിനുശേഷം ടിഞ്ചറൈഡ് ലായനിയിൽ ഈ പൊക്കിൾ കൊടി കുറച്ചു നേരം മുക്കി വയ്ക്കുന്നത് അണുബാധ തടയുന്നതിന് സഹായിക്കും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.